ഒരു പറ്റിക്കലും ഇല്ല. പറ്റിക്കൽ വന്നിരിക്കുന്ന ഇതിനകത്ത് ഒരു പറ്റിക്കലിനും പ്രശ്നമില്ല. ഗവൺമെന്റ് തലത്തിൽ തീരുമാനിച്ചത് ഗവൺമെന്റ് തലത്തിൽ തീരുമാനം നടപ്പിലാക്കും. ഫണ്ട് വാങ്ങാൻ പാടില്ല എന്നാണ് നിങ്ങൾ ആഗ്രഹം. നിങ്ങൾക്ക് എല്ലാ കാലത്തും കേരളം ഇങ്ങനെ ഒരു ഫണ്ടും കിട്ടാണ്ട് തുറഞ്ഞു പോകണമെന്നാ? പിന്നെന്താ? കരാർ മരവിപ്പിക്കുന്നതിനും ഫണ്ട് വാങ്ങുന്നതും തമ്മിൽ എന്താ ബന്ധം? ഫണ്ട് തരുന്നത് ഈ കരാർ അടിസ്ഥാനപ്പെടുത്തിയില്ല. ഞാൻ ചോദിക്കുന്നത് ഫണ്ട് തരുന്നതും ഈ കരാറും തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് അവര് പറഞ്ഞല്ലേ? അല്ല പിന്നെന്താ? അല്ല, വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഫണ്ട് തരുന്നതും ഈ ഒപ്പിടുന്നതുമായി യാതൊരു ബന്ധമില്ല. പുലബന്ധം പോലുമില്ല, ഒരു ബന്ധവുമില്ല. അല്ല, മന്ത്രി പറഞ്ഞല്ല ഞാൻ പറയുന്നത്, ഞാൻ ആ വസ്തുത പറയുന്നത്. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ശരിയാന്ന് പറഞ്ഞിട്ടില്ല, തെറ്റാന്നും പറഞ്ഞിട്ടില്ല. ഉടനെ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് തെറ്റാണോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എഴുതണം. നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഗവൺമെന്റാണ് ഒരു കത്തിന്റെ കാര്യം ഇവിടെ വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് വരും. ഞാൻ ജമാഅത്ത് ഇസ്ലാമിന് ഇത്രയും പറഞ്ഞിട്ട് ഒരൊറ്റ അക്ഷരം മിണ്ടുന്നില്ല. കൂപ്പം തെറ്റിച്ചതിനെ പറ്റി പറയുമ്പോൾ ഒരൊറ്റ അക്ഷരം മിണ്ടാനില്ല. നിനക്ക് കത്തയക്കുന്നതിനെ പറ്റി ഇവിടെ വളരെ ഗൗരവമുള്ള പ്രശ്നം. ഞങ്ങൾ പറഞ്ഞില്ലേ, വളരെ ശരിയായിട്ട് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് തലത്തിൽ അംഗീകരിച്ച നിലപാട് ഗവൺമെന്റ് കൈകാര്യം ചെയ്യും. പോരെ? അത് ഞാൻ പറഞ്ഞില്ല, അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മാറ്റുകയാണ്. ഇല്ല, അത് പയ്യെ പറയാം. അതിപ്പോ തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിച്ചു. അത് ഗവൺമെന്റല്ലേ തീരുമാനിച്ച് പറയേണ്ടത്, ഞങ്ങളല്ലോ. വേണ്ട, പേര് അങ്ങനെ അവരുണ്ട്, കേൾക്കണ്ട. നിങ്ങൾ പലരും എഴുതിയിട്ടുണ്ടല്ലോ പേര്, ഒരുപാട് പേര്. നിങ്ങളെല്ലാം ആ പേരൊന്നുമില്ല. ഇല്ല, പുതിയ ആളാണ്. അല്ലല്ല, അങ്ങനെ ചോദിച്ചാൽ അതൊന്നും ഉത്തരം കിട്ടൂല. ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അതിന്റെ പ്രോസസ് നീങ്ങുമ്പോൾ മനസ്സിലാവുമല്ലോ ആരാണ് എന്താണെന്നല്ല. ആരെ? മതാടിസ്ഥാനത്തിൽ അപ്പൊ മതാടിസ്ഥാനത്ത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. മതാടിസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, പാഴ്സി, സിഖ് എല്ലാം വേണ്ട. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് BJP. എല്ലാ മുസ്ലിം വീടുകളിലും കയറി ഇറങ്ങിയത് വോട്ടിന് വേണ്ടിയല്ല, വിശ്വാസം ആർജിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. അതായത് RSSും BJPയും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അതിന്റെ ആദ്യ കാലഘട്ടം മുതൽ എടുത്ത ഒരു നിലപാട് പ്രതിയോഗിയെ തീരുമാനിച്ചുകൊണ്ടാണ്. അപരൻ ആ പ്രഖ്യാപനത്തിലൂടെയാണ് അവർ മുമ്പോട്ടേക്ക് വന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അവർക്ക് ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുണ്ടോ എന്ന സംശയം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനായിരിക്കും. മറ്റൊന്നും അത് കാണേണ്ട കാര്യമില്ല. അതിലൊന്നും വലിയ കാര്യമില്ല കേരളത്തെ സംബന്ധിച്ച്.